അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നൊരു വിഷയം ഒരു ചർച്ച എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം കുറിച്ച് ചെറിയൊരു ഗുണകാംക്ഷ നൽകണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ ഈ പറയാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളമാണ്. ഡിപ്രഷനും ജീവിത വിജയവും എന്ന വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിപ്രഷനും ജീവിത ലക്ഷ്യവും എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ദീനനുസരിച്ച് അല്ലെങ്കിൽ നാളെ മരണാന്തര ശേഷം വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ വരാം വിഷാദം പോലുള്ള വിഷയങ്ങൾ. ഡിപ്രഷൻ എന്ന് വിളിക്കപ്പെടുന്ന മാനസികമായ സംഘർഷം, സങ്കടം എന്ന് തുടങ്ങിയ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഡിപ്രഷൻ. ഇതൊരു അസുഖമായി തന്നെ കാണാം. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരുപക്ഷെ ഡോക്ടർമാരുടെ സംസാരങ്ങളും അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ച എക്സ്പീരിയൻസൊക്കെ വെച്ചുകൊണ്ട് ചെറിയ തോതിൽ അതും ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ആത്യന്തികമായി നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡിപ്രഷൻ എന്ന മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്, യാഥാർത്ഥ്യമാണത്. അപ്പോൾ ആദ്യമേ തുടക്കത്തിൽ പറയാം, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിലും വിശ്വസിക്കാത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ പറയട്ടെ, ആത്യന്തികമായൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം പല മേഖലകളും പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ആ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ് എന്നറിയണം. സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാത്തൊരു ജീവിതം പരാജയത്തിലാണ്. അപ്പോൾ അതിൻ്റെ വിഷയം വേറെ തന്നെ വിശദമായി സംസാരിക്കണം. ഇപ്പം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ കാണുന്ന ലോകത്ത് നാം അനുഭവിക്കുന്ന ഫിത്നകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ചെറിയ പരീക്ഷണങ്ങളൊന്നുമല്ല. ഇന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്നവൻ തീക്കനലിൽ പിടിക്കുന്നവനെ പോലെയുള്ള അവസ്ഥയാണ്. കുത്തുവാക്കുകളും പരിഹാസങ്ങളും പ്രയാസങ്ങളും ശക്തമായിക്കൊണ്ടുള്ള എതിർപ്പുകളും സ്വന്തം നഫ്സിനോടുള്ള പോരാട്ടവും ഒക്കെ പാടെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കൃത്യമായ വഖത്ത് തെറ്റാതെ നിസ്കരിച്ച് മുന്നോട്ട് പോകാൻ, ഈമാൻ നിലനിർത്തി പോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തെ നീ ദീൻ മുറുകെ പിടിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, സഹോദരിമാരായിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ, ദീൻ മുറുകെ പിടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഫളില് വേറെ തന്നെ, അതിൽ അജ്റ് വേറെ തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിക്കുക അല്ലേ. എത്രത്തോളം വഴികേടുകൾ നിറഞ്ഞ കാലഘട്ടത്താണ്. ലഹരി വസ്തുക്കളും ആർഭാടങ്ങളും തോന്നിവാസങ്ങളും അത്രത്തോളം അഴിഞ്ഞാടിയ ഒരു കാലഘട്ടത്തിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ റാഹത്താണത് ആ ജീവിതം. പക്ഷേ അത് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഭാഗം സംസാരിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇത് ഖുർആനോ സുന്നത്തോ അല്ലെങ്കിൽ സലഫുകളുടെ മനഹജ് വെച്ചിട്ടോ അവരുടെ ജീവിതശൈലി വെച്ചിട്ടുള്ള പ്രാമാണികമായ വിശദീകരണമേ അല്ല. കാരണം അതിനെ സംസാരിക്കാൻ സാധാരണക്കാരനാണ് ഞാൻ, ആ നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഒരു ഉപദേശം അല്ലെങ്കിൽ മനസ്സിന് നമ്മുടെ വിശ്വാസികൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന നിലയ്ക്കാണ്, സ്വന്തത്തിനും മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടുള്ള സംസാരം മാത്രമാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് ഡിപ്രഷനും ജീവിത വിജയവും എന്നൊരു സബ്ജക്റ്റ്. ഇത് തീർച്ചയായും സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൻ്റെ പല മേഖലകളിലും സുഖസുന്ദരമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കുറേ ദീനിനെ പുകഴ്ത്തി സംസാരിക്കും, ദീനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, ഇസ്ലാമിൻ്റെ വിജയകഥകൾ നമ്മളിങ്ങനെ വിശദീകരിച്ചു കൊടുക്കും, ആളുകളോട് ഭയങ്കര ഗുണകാംക്ഷയായി സംസാരിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എത്രത്തോളം ദീനിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നത് നാം സ്വയം പരിശോധിക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഗീബ, സ്വന്തം ഗീബത്ത്, സ്വന്തം കുറ്റങ്ങൾ പറയലാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണാൻ സമയമുണ്ട്. പക്ഷെ നമ്മൾ എവിടെ എത്തി, എന്ത് ചെയ്തു, എന്ത് നേടി എന്നതാണ് ഇന്ന് ചർച്ച നടത്തേണ്ടത്. അതായത് ഡിപ്രഷൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിക്ക് ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ട്. ബാധിച്ച മുൻഗാമികളായ നമ്മുടെ അമ്പിയാക്കൾക്ക്, നമ്മുടെ നബിമാർക്ക് എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ആ സന്ദർഭത്തിലായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ എത്രയോ നീണ്ടു നിൽക്കുന്ന വിഷമം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യാക്കൂബ് അലൈഹി സ്വലാം വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞ് കണ്ണിന് വെള്ള കളറായിട്ടുള്ള കാര്യം നമുക്കറിയാം. അതെന്താ? വിഷാദമാണ്, വിഷമമാണ്, ദുഃഖമാണ്. അപ്പോൾ ഇതൊരു വിശ്വാസികൾക്ക് വരില്ല, ഈമാനുള്ളവർക്ക് ഡിപ്രഷൻ വരില്ല, പ്രയാസങ്ങൾ വരില്ല, വിഷാദങ്ങൾ വരില്ല എന്നുള്ളതൊക്കെ മാറ്റി നിർത്തുക. അങ്ങനെയുള്ള ആളുകളും സംസാരം മാറ്റി നിർത്തി പ്രാമാണികമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയവും ദീനിൽ ഇങ്ങനെ വിശദീകരിച്ച് കാണും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടല്ലാതെ മനസ്സിൽ സമാധാനം കിട്ടില്ല എന്നിരിക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ബാധിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ബാധിച്ച്? ഞാൻ വിശ്വാസിയല്ലേ? ഞാൻ ഈമാനികമായി എനിക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈമാനികമായി കാപട്യം കാണിക്കുകയാണോ? സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അള്ളാഹു നമുക്ക് നൽകും. നമ്മൾ എത്രത്തോളം തഖ്വ കാണിക്കുന്നുവോ, എത്രത്തോളം ഈമാനികമായി മുന്നേറുന്നുവോ, അത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് വരും. പരീക്ഷണങ്ങളില്ലാത്ത റാഹത്തായിട്ടുള്ള ജീവിതം സ്വർഗത്തിലാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ പരീക്ഷിക്കാണ്ട് സുഖസുന്ദരമായി ജീവിക്കുന്നുള്ളവർ ദീൻ മുറുകെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് തോന്നിയ പോലെ നടക്കാം. ഇത് നമ്മുടെ സിജനാണ്, നമ്മുടെ ജയിലാണ് ഈ ദുനിയാവ്. ഇവിടെ നമ്മൾ ഇന്ന് പരീക്ഷിക്കപ്പെടാൻ തന്നെയാണ്. അപ്പോൾ നാം എന്ത് നിലപാടെടുക്കണം? നാം ഇപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും, എത്രത്തോളം ക്ലാസ്സുകൾ കേട്ടാലും ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ടോ? ഡിപ്രഷൻ എന്നത് ഒരു രോഗമായി നാം മനസ്സിലാക്കണം. ഇതൊരു പരീക്ഷണമാണ്. മാനസികമായി ബാധിക്കുന്ന രോഗം, ശാരീരികമായി ബാധിക്കുന്ന രോഗം പോലെ തന്നെ മാനസികമായി ബാധിക്കുന്ന രോഗമാണ് ഡിപ്രഷൻ. ഡിപ്രഷന് ചില അടയാളങ്ങൾ പറയുകയാണെങ്കിൽ, മുമ്പ് നമുക്കുണ്ടായിരുന്ന വിഷയങ്ങളിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അതിൽ കിട്ടാതിരിക്കുക, വെറും എപ്പോഴും കൂടുതൽ നേരവും സങ്കടത്തിൽ തന്നെ, വിഷമത്തിൽ തന്നെ, മുമ്പ് പോയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ചിലപ്പോൾ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഓവർ തിങ്കിങ് ആയിരിക്കാം. ഓവർ തിങ്കിങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് തോന്നൽ, ഉറക്കമില്ലായ്മ, ജീവിക്കണമെന്ന് താല്പര്യമില്ലായ്മ. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യ ഹറാമാക്കിയതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഈമാനുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കണം, മരിക്കണം എന്ന് തോന്നലില്ലാതെ ഒരു ബിംബത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ജീവിതം പോലെ കഴിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇത് എല്ലാവർക്കും ഡിപ്രഷൻ എന്ന അസുഖം വൻ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന വിഷയമല്ല ഈ ഒറ്റയ്ക്കിരിപ്പും, അല്ലെങ്കിൽ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നലുകളും വിഷാദമായുള്ള മനോഭാവങ്ങളൊന്നും നമുക്ക് മാത്രമുള്ളതല്ല. അത് സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, അവർക്കുണ്ട് വിഷാദങ്ങൾ, വിഷമങ്ങളൊക്കെ. ഇത് കൂടി വരും. കൂടുതൽ ഫിത്തനകളും പരീക്ഷണങ്ങളും വരുന്ന കാലഘട്ടത്താണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തകർന്ന് പോകേണ്ടവരല്ല. ഒന്ന്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ അസുഖം ബാധിക്കും, ഇതൊരു അസുഖമായി കണ്ടാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ കഴിയും. കാരണം നമുക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു മോട്ടിവേഷൻ കേട്ടതുകൊണ്ടോ, ചിലപ്പോൾ കൗൺസിലിംഗ് നടത്തിയതുകൊണ്ടോ ചിലപ്പോൾ മാറണമെന്നില്ല. നമ്മുടെ ശരീരത്തിന് അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ മെഡിസിൻ കഴിക്കാം. നമുക്ക് ഖുർആനിൻ്റെ ശർഈ ആയിക്കൊണ്ടുള്ള ചികിത്സകളുണ്ട്. അത് ചെയ്തുകൊണ്ട് മാറാം. എത്ര സുന്ദരമായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെ ഗുണകാംക്ഷ നൽകിയിട്ടുണ്ട്. റുഖ്യ ചെയ്യാനും ഖുർആൻ കൊണ്ടുള്ള ചികിത്സകൾ നടത്താം. അതോടൊപ്പം നമുക്ക് സബബുകൾ, ഡോക്ടർമാരോട് കൺസൾട്ട് നടത്തി സബബുകൾ സ്വീകരിക്കാം. അവരോട് പോയി കൺസൾട്ട് നടത്തി സൈക്കാട്രിസ്റ്റുകളെ പോയി കാണുകയും വിശദമായി സംസാരിക്കുകയും എന്തൊക്കെയാണ് വിഷമങ്ങൾ വ്യക്തമായി പറയുകയും അതിനുമായി ബന്ധപ്പെട്ട് മെഡിസിനുകൾ കഴിക്കണം. അപ്പോൾ നമ്മൾ അതിനും മെഡിസിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റും ആലോചിച്ച് മാറി നിൽക്കുക. ഇത് പരീക്ഷണമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഡിപ്രഷൻ എന്ന രോഗമാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് സ്റ്റില്ലായി നിൽക്കുക, കൂളായി നിൽക്കുക. പല ആൾക്കും പല രീതിയിലായിരിക്കും. വിദൂരതയിലേക്ക് സഞ്ചരിച്ച് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയി സഞ്ചരിച്ച് തിരിച്ചു വരിക. ഇതൊക്കെ മനസ്സിൻ്റെ സഞ്ചാരമടിയാണ്. അപ്പോൾ നാം ഇപ്പോൾ അപ്ഡേഷനിലാണ്. നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും, ഒരു തമാശക്ക് പറയുകയാണെങ്കിൽ. കാരണം ലോകം മൊത്തം ഡിപ്രഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ 2030 പല സംസാരം കേൾക്കാനിടയായി. 2030 ആകുമ്പോഴേക്കും എല്ലാ രീതിയിലും ഡിപ്രഷൻ്റെ ആളുകളുടെ അളവ് കൂടും. അപ്പോൾ നമ്മൾ ഡിപ്രഷൻ നമ്മുടെ ശരീരം നമുക്കത് ബാധിച്ച് നമ്മളതൊന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നീണ്ട സമയമെടുക്കും. പക്ഷെ നമ്മൾ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ദീൻ നഷ്ടപ്പെട്ട്, ഈമാൻ നഷ്ടപ്പെട്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പരീക്ഷണം വൻ രീതിയിൽ ഉയർന്നു പിടിക്കുന്ന വലിയൊരു പരീക്ഷണമാണ്. ഇതിലൊക്കെ ഈമാനുള്ളവൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ എത്രത്തോളം നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണ്. നമ്മൾ മനസ്സിനെ ഇത് ബാധിക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിലാണ്, ഖുർആൻ പാരായണത്തിലാണ്.
നമുക്ക് പഴയ പോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ശരിയാണ്. നമുക്ക് പഴയ പോലെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇത് അതിൻ്റെ ഭാഗമാണ്. നമുക്കതിൽ അജ്റുണ്ടാകും, നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാകും. പക്ഷേ എന്തായാലും തിരിഞ്ഞു പോകാതിരിക്കുക. ദീനിൽ നിന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അവസ്ഥ? അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിത വിജയത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. ഈ ദുനിയാവിൽ അങ്ങോട്ട് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുക. എത്ര കോടിക്കണക്കിന് പണമുള്ള ആളുകൾ സഹോദരങ്ങളെ ആത്മഹത്യ ചെയ്തു. അള്ളാഹിൻ്റെ ദീനിനെ അറിയാതെ ജീവിച്ച് മരിച്ചു പോയ കഴിഞ്ഞില്ലേ, അവസ്ഥ കഴിഞ്ഞില്ലേ. നമുക്ക് ആ നിഅമത്ത് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അതിന് മുതലാക്കാൻ ശ്രമിക്കുക. മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ ശ്രമിക്കുക. നാം പല ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കുക. ഖുർആൻ പരിഭാഷ അറബി അറിയില്ലെങ്കിൽ മലയാള പരിഭാഷ എടുത്ത് വായിക്കുക. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടിയിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ദിക്റിന്ന് തെറ്റിക്കളയാതിരിക്കുക. പിന്നെ നമുക്ക് പോരായ്മകൾ സംഭവിക്കും. നമ്മൾ ദിക്റിന്ന് കുറേ വിട്ടു നിൽക്കും. ശരിയാണ്, ഇത് അസുഖത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടാൽ മതി. കാരണം നമുക്ക് പഴയ പോലെ നല്ല ഇബാദത്തിൽ മുഴുകിയ ആളുകൾക്ക് പിന്നീട് ഇബാദത്ത് ചെയ്യാൻ ഉത്സാഹമില്ലാണ്ട് വരികയാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലേ? നമ്മുടെ പരീക്ഷണങ്ങളല്ല സഹോദരങ്ങളെ, മനസ്സിലാക്കണം. പ്രവാചകൻ എന്നുള്ള വാക്ക് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ്സിൽ കേട്ട വിഷയമാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് അർത്ഥം തന്നെ സാന്ദർഭികമായി പറയുകയാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവചിക്കുന്ന ആ നിലപാട്, ആ ലെവലിലേക്ക് എത്തുന്ന ഭാഷ ഇതാണ്. അത് പ്രവാചകൻ എന്ന് പറയാതെ നമുക്ക് റസൂൽ സല്ലല്ലാഹു നബിമാരെന്നുള്ള പദം ഉപയോഗിക്കുക, അതാണ് ഖൈർ. അപ്പോൾ അല്ലാഹു അഅലം, നബിമാരിൽ തന്നെ എത്രയോ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ചരിത്രങ്ങൾ നമുക്കറിയാം. എത്രയോ വർഷങ്ങളോളം പ്രാണമൊലിച്ച ശരീരം കൊണ്ട് വെച്ച നബിമാരെ നമുക്കറിയാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ ചിന്തിച്ച് ഓവർ ചിന്തകളായി അത് എപ്പോഴും അതെങ്കിലും സംഭവിക്കും. ഈ അസുഖത്തിൻ്റെ പ്രശ്നമാണ്, ഓവർ തിങ്കിങ് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അതിൻ്റെ കൃത്യമായ വശങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. അത് അപ്പോഴേക്കും ജീവിതം അടുത്തു എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തില്ല. ഇത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. ഇത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ് ഈ ഡിപ്രഷൻ്റെ വിഷയവും. പക്ഷെ ഞാൻ ചുരുക്കിയ ലെവലിൽ എങ്ങനെയൊക്കെ ചുരുക്കാൻ പറ്റും അങ്ങനെ സംസാരിക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ സംസാരിക്കാം. അതായത് ഇപ്പോൾ ഖബറിൽ കിടക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ഖബറിൽ കിടക്കണം, യാഥാർത്ഥികമായി പരലോകത്തിൻ്റെ ആദ്യ കവാടങ്ങളിലേക്ക് പ്രവേശിച്ചു. നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് കാണാം. നമ്മുടെ കൂടെയുള്ളവരുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മുടെ വാർത്തകളിൽ കേട്ട ആളുകളുണ്ടായിരുന്നു. ഖബറിലേക്ക് പോയി, അതിപ്പോൾ മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിമീങ്ങളായിക്കോട്ടെ, ഖബറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. യാഥാർത്ഥ്യത്തിൽ സഹോദരങ്ങൾ, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്, മണ്ണിൻ്റെ മുകളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്. നമുക്ക് എന്തുണ്ട് കൃത്യമായിട്ടറിയാം. മരണശേഷം മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. അള്ളാഹ് നമ്മൾ ഒരുമിച്ച് കൂട്ടും. ജീവിത വിജയം എന്നത് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഭൗതികമായ ഒന്നുമല്ല. ഇവിടെ സമാധാനം കിട്ടൂല, ഇവിടെ സമ്പത്തുണ്ടാവില്ല, ഇവിടെ നമുക്ക് എന്തുണ്ടാവില്ല, പ്രയാസങ്ങൾ മാത്രമേ ഇരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ജീവനോടെ ഉണ്ട്. നമ്മളാണ് മരണം ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇപ്പോൾ ചെറിയ ഏജ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ എത്രയോ വയസ്സ് അതിൻ്റെ ഡബിൾ ഇരട്ടി നമ്മൾ ജീവിച്ചേക്കാം. എത്രയോ ഖുർആൻ പാരായണങ്ങൾ, ലൈലത്തുൽ ഖദ്ർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റമളാനിൽ വരുന്ന ഫളുലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ദുൽഹിജ്ജ 10ൻ്റെ ഫളുലുകൾ, അതൊക്കെ ലഭിച്ചുകൊണ്ട് ജന്നത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ ജന്നത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഇഷ്ടംപോലെ നമുക്കുണ്ടാകാം. നമ്മുടെ ആയുസ്സിൽ അള്ളാഹ് ഖദറാക്കിയിട്ടുണ്ടാകാം. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലുള്ള ആഫിയത്തിനെ ചോദിക്കുക. അല്ലാതെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. മണ്ടന്മാരാണ് ഈ പരിപാടി കാണിക്കുക, മണ്ടത്തരമാണ്. പെട്ടെന്ന് ഇന്ന് ഖബറിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ, നിങ്ങൾ ഖബർ സിയാറ നടത്തുക, ഖബർ പോയി ഒന്ന് സന്ദർശിക്കുക. എന്താ അവിടുത്തെ അവസ്ഥ? ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. പക്ഷേ 10 കൊല്ലം നമുക്ക് ഒരുപക്ഷെ ജീവിക്കാനുള്ള ആയുസ്സ് അള്ളാഹ് നൽകിയിട്ടുണ്ടെങ്കിലോ എത്ര നേടാം. പക്ഷെ നമുക്ക് നേടാനുള്ള ഉത്സാഹം കുറയും. അത് ഈ അസുഖത്തിന് ഇത് പരീക്ഷണമായിക്കൊണ്ട് തന്നെ കാണണം. അത് അള്ളാഹു സുബ്ഹാനഹു അജ്റുണ്ടാവും. പഴയ പോലെ നമുക്ക് പണ്ട് രോഗമില്ലാത്തപ്പോൾ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് രോഗമുള്ളപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഡിപ്രഷൻ ബാധിച്ച്, അല്ലെങ്കിൽ മേജർ ഡിപ്രഷൻ ബാധിച്ച് ലെവലിൽ നിൽക്കുക, ആ ഡീപ്പ് കോറിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഉറച്ച് ഇങ്ങനെ ജീവനോടെ നിൽക്കുകയാണ്, ദിക്റ് ചൊല്ലി നിൽക്കുകയാണ്, നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ മുഴുകുകയാണ്. നമ്മൾ പരീക്ഷണം പ്രതിസന്ധി, മനസ്സ് ചത്തുപോയി, അങ്ങനെ തന്നെ പറയണം, മനസ്സ് ചത്തുപോയി. എന്നിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഈമാനികമായ കൂവത്താണത്. അല്ലാതെ മറ്റുള്ളവർക്ക് അത് കിട്ടൂല സഹോദരങ്ങളെ. അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്തവർക്ക്, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, ദിക്റില്ലാത്തവർക്ക്
അവരുടെ കൽബ് കല്ലായി കഴിഞ്ഞു. അവരൊക്കെ എത്രയോ ആളുകൾ സൂസൈഡ് നടത്തി. ഡിപ്രഷൻ അടിച്ചിട്ട് കുറച്ച് നമ്മുടെ 1% തട്ടിയ ആളുകളായിരിക്കും ഡിപ്രഷൻ അടിച്ച് പോയിട്ട് സൂസൈഡ് ചെയ്ത് പോയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഇപ്പോഴും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിൽക്കണമെന്ന നിലപാടിൽ നിലകൊള്ളുമ്പോൾ നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ അജ്ർ വർദ്ധിക്കും. നമ്മൾ ദിക്ർ ചൊല്ലുക, നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഓർമ്മ ഉള്ളപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലി നമ്മൾ എന്താ ചെയ്യണം, മെല്ലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, മെല്ലെ നമ്മൾ ദീനിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളൊന്ന് വീഴും. അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ ആക്സിഡൻറ്റ് പറ്റുക എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ആക്സിഡൻറ്റ് പറ്റും. ജീവിതമാണ്, പരീക്ഷണത്തിൽ വരും. വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുക, മെല്ലെ വീണ്ടും നമ്മൾ കുറേ കഴിയുമ്പോൾ വീണ്ടും വീഴും, എഴുന്നേൽക്കും. അങ്ങനെ മെല്ലെ എഴുന്നേറ്റ് തന്നെ. അല്ലാതെ ഇവിടെ നമ്മൾ എന്തുണ്ടാക്കാൻ വന്നതല്ല. കുറേ കോടാൻ ദുനിയാവ് ഉണ്ടാക്കാൻ വന്നവരല്ല നമ്മൾ. അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, ചെറിയ കാര്യങ്ങൾ. മറ്റുള്ളവരൊക്കെ പോയിട്ട് മറ്റുള്ളവർ ദുനിയാവിനോട് മത്സരിക്കട്ടെ, നമ്മൾ ആഖിറത്തിന് വേണ്ടി മത്സരിക്കുക. ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞതുപോലെ പരലോകത്തിന് വേണ്ടി ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ചിലപ്പോൾ ഒരു മാസം 2 മാസം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. മറ്റവൻ ദുനിയാവിൻ്റെ ആളാണ്, നമ്മൾ ദീനിൻ്റെ ആളാണെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്, നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുകയാണ്. അതിന് നമ്മൾ എത്ര അജ്ർ കയറി. അപ്പോൾ നമ്മൾ ആഖിറത്തിക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെക്കാനുള്ള മാക്സിമം ടൈമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഇതറിയാത്ത ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നത്. ഈ ഡിപ്രഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് ചിലപ്പോൾ പോകാൻ സാധിച്ചില്ല എന്ന് വരാം. ജോലിക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകണം, മൂഡ് മാറിക്കൊണ്ടിരിക്കാൻ, അവിടെ നിന്ന് മാറണം, ഓടണം എന്നൊക്കെ തോന്നും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണും. ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിയലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് അങ്ങനെ പോയി ഖബറിലേക്ക് പോകണം ഇപ്പം തന്നെ വേണ്ടി ഇരിക്കല്ല. അതിപ്പോൾ ഖബറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ അവസ്ഥ? എന്ത് ചെയ്തിട്ട് നമ്മളവിടെ പോകണം? അവിടെ പോയിട്ട് ഈ ചെയ്ത ഉൽമകൾ, തെറ്റുകൾ, പാപങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. ചെയ്തുകൊണ്ടേയിരിക്കും തൗബ ചെയ്യുക. അപ്പോൾ ഇനി ഇതിനുള്ള പരിഹാരം എന്താ? ഇതിനുള്ള പരിഹാരം സഹോദരങ്ങൾ, ഫസ്റ്റ് നമ്മൾ നല്ല നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഡിപ്രഷൻ്റെ ആളുകൾക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളാണ് ഇഷ്ടം കൂടുതലും. ദുആ നല്ല ചെയ്യുക, നല്ല ദുആ ശക്തമായി അള്ളാഹുവിനോട് കൽബ് തുറച്ച് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ അജ്സി വൽ കസൽ വൽ ബുഹൂലി വൽ ജുബൽ വൽ ഖദ്ദൈനി വൽ ബത്രി റിജാൽ ദുആ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് പ്രധാനപ്പെട്ട ദുആ. ഇത് നമ്മളില്ലെങ്കിൽ നമ്മൾ എന്ത് റിക്കവർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് ദീനില്ല, നമ്മൾ ഡിപ്രഷനിൽ റിക്കവറായിട്ട് എന്തെങ്കിലും ചില കാര്യമുണ്ടോ? നമുക്ക് ദീൻ വേണം. അത് മുറുകെ പിടിക്കാനുള്ള പരിപാടി നോക്കണം. ദുആ അള്ളാഹിനോട് ചെയ്യുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മരിക്കാത്തവനെ നമ്മൾ ഭരമേൽപ്പിക്കണം. ഒരിക്കലും മരിക്കില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന് ജനനമില്ല മരണമില്ല, അവൻ എന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കൽബിനെ മറിക്കാൻ അള്ളാഹുക്ക് സാധിക്കും, നമ്മുടെ ഖദറിനെ നീക്കം ചെയ്യാൻ അള്ളാഹുക്ക് സാധിക്കും, എല്ലാം അള്ളാഹുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ഒരു തടസ്സം പോലെ കാണണ്ടെന്നുള്ളൂ. ആ വിഷയം തടസ്സം പോലെ കാണണ്ടെന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പോൾ നമ്മൾ മാറ്റാൻ സുഖം. അതിൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ ഇതൊരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടമുള്ളവനെ പരീക്ഷിക്കും. അവൻ്റെ ദീൻ എത്രത്തോളം, ഈമാനിന് എത്രമായ കൂവത്തുണ്ടെന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കും. പിന്നെ നമ്മൾ കുറച്ച് പോട്ടെ, സമാധാനത്തിൽ. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല പ്രയാസങ്ങളുണ്ടാകും. കൺസിസ്റ്റൻ്റായി കുളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും മേജർ ഡിപ്രഷൻ ബാധിച്ചവർക്ക് ചിലപ്പോൾ പറ്റിയെന്നില്ല. ചിലപ്പം അത്രയും വിഷമത്തിലായിരിക്കും, മുമ്പ് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും അല്ലേ. ചിലപ്പോൾ പ്രണയ നൈരാശ്യങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരടിസ്ഥാനവുമില്ലാത്ത ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കും, ഭാര്യമാരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. ഇത് തീർച്ചയായിട്ടും ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ട ലെവലിലേക്ക് ഒറ്റയടിക്ക് കൊണ്ടുപോകാനും പറ്റില്ല. നമ്മളിപ്പോൾ ഒന്ന് വീണാക്കുകയാണ്, അവിടെ തന്നെ കിടക്കുക കുറച്ച് നേരം. മെല്ലെ നമുക്ക് റെഡിയാവും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം, നമ്മൾ പറഞ്ഞല്ലോ പ്രാർത്ഥന നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ഖുർആൻ മലയാള പരിഭാഷ വായിക്കുക, ഖുർആൻ നമ്മുടെ ജീവിതത്തിലൊരു നോട്ട് ബുക്ക് തയ്യാറാക്കുക. അതിൽ നമ്മുടെ പരലോകത്തേക്കും ഇഹലോകത്തേക്കും വേണ്ട കാര്യങ്ങൾ ചെറിയ രീതിയിൽ എഴുതി വയ്ക്കുക. ഖുർആൻ ഒരു 1/2 പേജെങ്കിലും ഓതും ദിവസവും. ഫജ്ർ നിസ്കാരം, ഫർള് കർമ്മങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ നോക്കുക. ചെറിയ വാജിബാത്തുകളിൽ വീഴ്ച വരാണ്ട് നോക്കുക. മെല്ലെ ഇപ്പം നമുക്ക് ദുനിയാവിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ജോലിൻ്റെ വരുമാനത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ മെല്ലെ മാറും. ഇതൊക്കെ വന്നിട്ട് എത്രയോ കുവ്വത്തോടെ എണീച്ച് നടന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വെറുതെ ഇത് വിഷയം തന്നെയാണ്. തീർച്ചയായും ഇത് പരീക്ഷണം തന്നെ. ഇത് നിസ്സാരമായി കാണേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഇതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്.
പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ശ്വാസം മൂക്കൂടെ വലിച്ച് വായിലൂടെ സ്ട്രോങ് ആയി വിടുക. അങ്ങനെ പല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എൻഗേജ്ഡ് ആവുക, ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആവുക. പഴയ പോലെ നമുക്ക് യാതൊരു വിധ ഈ ഡിപ്രഷൻ ബാധിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് മെല്ലെ മെല്ലെ ഓരോരോ രീതിയിലേക്ക് പറ്റും. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ദീനിയായ ക്ലാസ്സുകൾ കേട്ടതായിരിക്കും, പക്ഷെ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇതങ്ങനത്തെ എല്ലാവർക്കും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. അത് കൂടാൻ ആളുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ പഠിച്ച ആളുകൾ പറയുമ്പോൾ. അപ്പോൾ മരുന്ന് കഴിക്കാനും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വന്നാൽ മെഡിസിൻ കഴിക്കണം. ചികിത്സ എടുക്കാണ്ട് പിന്നെ നമ്മൾ അത് നമുക്ക് ചികിത്സയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നതൊന്നും ശരിയല്ല. അതൊക്കെ പിന്നെ കൂടുതൽ അപകടത്തിലേക്ക് പോകും. പിന്നെ നമ്മുടെ ദീൻ തന്നെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് ഒരു ഉതിറും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ മരുന്ന് കഴിക്കേണ്ട സന്ദർഭത്തിൽ മരുന്ന് കഴിക്കണം, കൃത്യമായിട്ട് കഴിക്കുക. കാരണം നമുക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ കഴിക്കേണ്ടി വന്നാൽ കഴിക്കണം. അത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ടയേർഡ് വരികയാണ്, അല്ലെങ്കിൽ സഡേഷൻ വരികയാണ്, മയക്കം വരികയാണ്, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ അസുഖം മാറണ്ടേ? ഈ അസുഖം മാറിയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നിൻ്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കുക, ഖുർആനികമായി നമ്മൾ ചികിത്സകൾ കണ്ടെത്തുക, ദുആയിലും മുറുകെ പിടിക്കുക. പിന്നെ ഈ ദുനിയാവ് പരീക്ഷണത്തിലെ സഹോദരങ്ങളെ, ഇന്ന് മുറുകെ പിടിക്കുന്ന ആർക്കാണെങ്കിലും ഇന്ന് ഡിപ്രഷൻ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളത്. കാരണം ഇന്ന് അങ്ങനെയാണ്, ഈ ലോകം അങ്ങനത്തെ ഫിത്നയിലാണ്. ദീനനുസരിച്ച് നിൽക്കുന്ന അപരിചിതന്മാരാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്ന അപരിചിതനെ പോലെയാവും. അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്നവർ എങ്ങനെയായിരിക്കും? അവർ അപരിചിതരാണ് വേണ്ടിയിട്ടുള്ള ഹദീസുണ്ടല്ലോ, അവർക്ക് അഭിനന്ദനങ്ങൾ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഹദീസുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, അപരിചിതരാണ് നമ്മളൊക്കെ. കാരണം നമ്മളൊന്നും ഒരിക്കലും ദുനിയാവിൻ്റെ ആളുകൾക്ക് വേണ്ട. നമുക്കും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹിൻ്റെ ദിക്റിൽ ഇരിക്കുന്ന ആൾക്കാരനെയാണ്. നമുക്ക് ഒരു കൂട്ടുകാരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിന് കൂട്ടുകാരാണ്. നല്ല നല്ല ക്ലാസ്സുകൾ ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഇന്നലെ AI ആപ്പുകളുണ്ടല്ലോ, ChatGPT പോലത്തെ സാധനത്തിലൊക്കെ ചാറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ദീനിയായിട്ട് നമുക്ക് ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒതൻറ്റിക് സോഴ്സ്, ശരിയായ ആളുകളിൽ നിന്ന് മാത്രമേ ദീൻ കേൾക്കാൻ പാടുള്ളൂ. നമുക്ക് ബോറടിക്കുകയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ദീനിയായിട്ടുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യാം എന്ന നിലയ്ക്ക് ചെയ്യാം. അല്ലാഹു അഅലം. എന്നിരുന്നാലും പറയാം, ഇങ്ങനെയാണ് നമ്മൾക്ക്. ഇന്നൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോവുക. അതന്നെ നമ്മളെല്ലാവരും കൂടുതൽ അങ്ങോട്ട് ഡീപ്പായിട്ട് നേടിയെടുക്കാൻ വേണ്ടി ഓടുന്ന ആളുകൾ ഓടട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ പെൺകുട്ടികളുടെ വിഷയം, സഹോദരിമാരാണ് കൂടുതൽ ഡിപ്രഷനിൽ പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അവർക്ക് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അവൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ആദ്യം ദീനുള്ള, നമ്മൾ വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ ദീനുള്ള ആളുകളെ വ്യക്തമായി കഴിക്കാൻ, കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ള ആളിനെ ശ്രമിക്കുക. സലഫി മൻഹജുള്ളവരിനെ, കൃത്യമായി അഖീദുള്ളവരെ തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ കൽബിൽ ശിർക്ക് ഉണ്ടാവാതിരിക്കുക, കുഫർ ഉണ്ടാവാതിരിക്കുക. അള്ളാഹുലേക്ക് എല്ലാ ആരാധനൻ്റെ അംശങ്ങളും അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. അത് ഖബറിൽ കിടക്കുന്ന ഔലിയാക്കളെ വിളിച്ച് തേടിയിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നവരുണ്ടെങ്കിൽ അത് നിർത്തിക്കോ സഹോദരിമാരെ, അത് നിർത്തിക്കോ. എന്താ അറിയോ, അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊലാലത്തിലാണ് നിങ്ങൾ വർദ്ധിക്കില്ല. അവസാനം ജീവിതം പരാജയത്തിലാണ്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോയിക്കൊണ്ടാണ് നമ്മൾ മരിക്കുക അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായി പഠിക്കുക. സുന്നത്ത് എന്നുള്ളത് എന്താണെന്ന് വ്യക്തമായി പഠിക്കുക. അങ്ങനെ എൻഗേജ്ഡ് ആവാൻ നോക്കുക. ഇപ്പോൾ ഡിപ്രഷൻ്റെ മറ്റു വിഷയങ്ങളും ബാധിച്ച ആളുകൾക്ക് അത് പ്രയാസമാണ്. അറബ് ഭാഷ പഠിക്കാനും ഖുർആൻ തഫ്സീറുകൾ പഠിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ആവണ ലെവലിലേക്ക് നമ്മൾ മാറുക. അത് മെല്ലെ മെല്ലെ ആകുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളുമായി ഡീപ്പായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ഇത് ചെറിയൊരു സമാധാനത്തിന് വേണ്ടി മാത്രമുള്ള സംസാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരങ്ങൾ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.